ഇത് കഴിഞ്ഞ് അടുത്ത പ്രശ്നങ്ങളിൽ തുടങ്ങുക. ഈ സാമൂഹികമായ അന്തരീക്ഷം എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ സ്ത്രീകൾക്ക് അങ്ങനെ തന്നെയൊന്നും താമസിക്കാനുള്ള അവകാശം അക്കാലത്ത് ആരും കൊടുത്തിരുന്നില്ല. അല്ലെ തന്നെ ഈ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം ഇന്നേ വരെ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ 1947 കിട്ടിയത് പുരുഷന്മാർക്കും, സ്ത്രീകൾ ഇപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിലുമാണെന്നാണ് എനിക്ക് കേരളത്തിലെ ഒരവസ്ഥയിൽ തോന്നാറുള്ളത്. അപ്പോൾ ഈ അമ്മയ്ക്ക് അന്നേ കാലത്ത് യാതൊരു സ്വാതന്ത്ര്യമില്ല. ഒരു സ്ത്രീക്ക് അവളുടെ മക്കളുമായിട്ട് ഒന്നിച്ച് അതൊക്കെ തീരുമാനിക്കുന്നതിന് പള്ളിയുണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഇടവകയിലെ പ്രമാണിമാരുടെ കൂട്ടങ്ങളുണ്ട്. പക്ഷേ ഈ പിള്ളേർ 4 പേർക്ക് വയറ് നിറച്ച് ഒരു നേരമെങ്കിലും കഞ്ഞി കൊടുക്കണമെങ്കിൽ അപ്പൻ ചീട്ട് കളിച്ചു വന്നിച്ചത് കിട്ടിയല്ല. അപ്പം അമ്മ അത് സ്വന്തം ഇഷ്ടത്തിന് പോകുമായിരുന്നു. അതിൻ്റെ പേരിൽ ആ ദിവസങ്ങളിലൊക്കെ അപ്പൻ വൈകുന്നേരം ഒരു രാത്രി ഏറെ വൈകിയാണ് വരിക. ഉച്ചയാകുമ്പോഴേക്കും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തൊടിയിലെന്തെങ്കിലും ചെയ്തു എന്ന് കാണിച്ചിട്ട് ഉച്ചയ്ക്കേ പോകുന്ന അപ്പൻ വരുന്ന രാത്രി ഏറെ വൈകിയാണ്. അപ്പം അന്നും ഇതൊരു ഫ്ലാഷ് ബാക്ക് പോലെ നമുക്ക് പറയാൻ പറ്റും. അത് അപ്പൻ ആ തെള്ളിത്തോട് പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയങ്ങളിൽ നമുക്ക് അങ്ങ് തന്നെ വളരെ ദൂരത്തുനിന്ന് തന്നെ അപ്പൻ്റെ തെറി കേൾക്കാം. ഒരു മനുഷ്യനും ഉണർന്നിരിക്കുന്നില്ലാത്ത സമയത്ത് എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മദ്യപിച്ചത് കൊണ്ട് അങ്ങനെ വെറുതെ വഴി കൂടി തെറി വിളിച്ച് വരേണ്ട ആവശ്യമുണ്ടോ, അതെയോ അതൊരു രോഗാവസ്ഥയാണോ, അതൊന്നും ഉത്തരം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അപ്പോൾ അപ്പൻ ഈ കുഞ്ചരക്കാട്ട് പാഴ ഇറങ്ങി തെള്ളിത്തോട് കടന്ന് കണ്ടത്തിൽ കൂടെ വരുമ്പോൾ അകലെ കണ്ടത്തിൽ ചിലപ്പം ഈ കണ്ടത്തിൽ കൂടെയൊക്കെ വരുമ്പം ഞാനൊരു കുട്ടിയായി വളർന്നു കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ ആ വരവിനെക്കുറിച്ചൊക്കെ ഒരു 10-12 വയസ്സൊക്കെ ആയപ്പോൾ ചിന്തിച്ചെടുത്ത ഒരു ആശയം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ കണ്ടത്തിൻ്റെ വരമ്പിലൂടെയൊക്കെ രാത്രി വൈകി നടന്നു വരുമ്പോൾ ഇഴജന്തുക്കളുണ്ടാവാം. ചിലപ്പോൾ അപ്പൻ ഈ പാമ്പിനെയൊക്കെ പേടിയായിരുന്നിരിക്കും. അപ്പോൾ ഈ തെറി പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒച്ചയൊക്കെ കേട്ട് അല്ലെ ആളനക്കമൊക്കെ വെക്കുന്ന കണ്ട് ഈ ക്ഷുദ്രജീവികളൊക്കെ ഓടിപ്പോകും എന്നുള്ളൊരു ഉറപ്പിനോ ഇനി സ്വന്തം സ്വരം തന്നെ കേട്ട് കഴിയുമ്പോഴേക്കും ഒരു ആത്മവിശ്വാസം കൂടാനാണോ അപ്പൻ ഇങ്ങനെ തെറി പറഞ്ഞിരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൻ ഈ തോട് കിടന്ന് വരമ്പിൽ കൂടെ ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് രൂപം തന്നെ അകലേന്ന് കാണാം. കാരണം അപ്പൻ ഞാൻ ജനിക്കുന്ന കാലം തൊട്ടേ അപ്പൻ്റെ രോമം എല്ലാം പൊഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ മൊട്ട തല കവർ ചെയ്യാനായിട്ട് വെളുത്ത തോർത്തുകൊണ്ട് തല ഇങ്ങനെ കവർ ചെയ്യും. അപ്പോൾ അപ്പൻ്റെ ഈ ഒരു വെളുത്ത ഒരു പൊതി നടന്നു വരുന്ന പോലെ ഒച്ച വെക്കുന്ന തെറി പറയുന്ന ഒരു വെളുത്ത പൊതി പോലെയാണ് അപ്പൻ ഈ കുഞ്ചരക്കാട്ടുപാറ ഇറങ്ങി താഴെ നിന്ന് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഈ പകൽ സമയത്ത് ഈ പറമ്പിലൊന്നും പണിയുന്നില്ല, അപ്പോൾ മൊത്തം കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ അടി കൊള്ളുന്ന ഒഴിവാക്കാൻ എല്ലാവർക്കും കിട്ടുമല്ലോ കൂടി കഴിഞ്ഞ് വരുമ്പം. അപ്പോൾ ഈ പറമ്പിൻ്റെ ഒരു ഒത്ത നടുക്കായിട്ട് ഈ കാട്ടിൻ്റെ നടുക്ക് ഈ പൊന്തയ്ക്കകത്ത് തൂമ്പാ കൊണ്ട് ചെത്തി തെളിച്ച് പകൽ ഞങ്ങൾക്ക് രാത്രി വന്ന് കിടക്കാനായിട്ട് പകൽ തന്നെ സജ്ജമാക്കുന്ന ഒരിടമുണ്ട്. എല്ലാ രാത്രികളിലും അങ്ങനെയാണ്. ഈ അപ്പൻ വരുന്നതിനൊക്കെ മുമ്പായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഈ പറമ്പിൽ ഈ ചാക്കും കുട്ടിച്ചാക്കും ഈ കീറിയ പായും ഒക്കെ കൂടെ വെച്ച് ഇങ്ങനെ അടുക്കിയിട്ടിട്ട് കിടക്കാനുള്ള സ്ഥലം സജ്ജമാക്കി വെച്ചിട്ടുണ്ടാവും വൈകുന്നേരം. അതെന്നിട്ട് അപ്പൻ വരുമ്പോഴേക്കും അപ്പൻ്റെ തെറി വരുമ്പോഴേക്കും അമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കണമല്ലോ എങ്ങനെ കുടിച്ചിട്ട് വന്നാലും. അപ്പോൾ നോർമലി അമ്മ ലാലിയെ കൂട്ടിയാണ് അപ്പന് വാതിൽ തുറന്നു കൊടുക്കാനായിട്ട് ചെല്ലേണ്ടത്. തുറന്നു കൊടുക്കേണ്ട കാര്യം ശരിക്കും ഒരു തള്ളു കൊടുത്താൽ തുറങ്ങാവുന്നേ ഉള്ളൂ. അപ്പന് വരുമ്പം ലാലിയെ കൂട്ടി പോകുന്നതിൻ്റെ കാര്യം അപ്പം കയറി വന്ന ആദ്യം ഒരൊറ്റ അടി കാരണം കുറ്റിക്കിട്ട് അമ്മയ്ക്ക് കൊടുക്കും. അതൊരു ആനന്ദമാണ് പുള്ളിക്ക്. അപ്പോൾ ഈ അടി കിട്ടി കഴിയുമ്പോഴേക്കും അപ്പാന്നെങ്ങാനും കൊച്ചു വിളിക്കുമല്ലോ, ജെസ്സി 10 വയസ്സുണ്ട്, അപ്പം ജെസ്സിക്കിട്ടും കൊടുക്കും കാരണം കുറ്റിക്കെട്ട് വരണം. അന്നേരം കരഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തെ കുറ്റിക്കും കൊടുക്കും, അമ്മയ്ക്ക് വീണ്ടും കൊടുക്കും. അപ്പോൾ അത് ഇടിപിടി കരച്ചിൽ പ്രാക്ക് എല്ലാം അങ്ങ് തുടരും. നേരെ മറിച്ച് ലാലിയോട് അപ്പനൊരു പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ട് ലാലിയെ കൂട്ടിച്ചെന്ന് കഥ തുറന്നാൽ അമ്മയ്ക്ക് അടി കിട്ടുള്ളൂ, ലാലിക്ക് അടി കിട്ടിയില്ല. അതുകൊണ്ട് മിക്കവാറും വാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന ഈ 7 വയസ്സുള്ള ലാലിയും കൂട്ടിയായിരുന്നു. ഈ അടി ഒരു ആദ്യത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇടിയും തെറിയും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ശാന്തമായി കഴിയുമ്പോഴേക്കും അമ്മ ഈ അടിയെല്ലാം മേടിച്ചെടുത്തിട്ട് അപ്പം അമ്മയ്ക്ക് അന്നേരം നീളത്തിലുള്ള മുടിയുണ്ട്. നമ്മൾ ഈ കാട്ടിൻ്റെ പൊന്തേന്ന് ഇങ്ങനെ എത്തി നോക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇല്ലെങ്കിൽ ഈ ഒച്ച കേൾക്കുമ്പോഴേക്കും വീടിൻ്റെ മുകളിൽ കായ്ക്കാത്ത 2 തെങ്ങുണ്ട്, അതിൻ്റെ അടിയിലായിട്ട് ഒരു മൺഭിത്തിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് ഈണ്ടി എന്നാണ് പറയുക. അപ്പോൾ ആ ഈണ്ടിയുടെ മുകളിൽ ഇങ്ങനെ വന്ന് പമ്മിയിരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ജെസ്സി കൊച്ചിന് കാവലിരിക്കുമായിരിക്കുമല്ലോ. ഈ അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിലുള്ളവരുണ്ട്, നീ പുറകിലത്തെ വാതിലും തുറന്നാണ് കിടക്കുന്നത്, എപ്പോഴേലും രക്ഷപ്പെടാൻ പറ്റിയ അമ്മയ്ക്ക് അതിലൂടെ ഓടാമല്ലോ. അപ്പോൾ ഈ മുടി ഇങ്ങനെ ചുറ്റി പിടിച്ച് ഈ പെരക്കകത്തൂടെ ഇങ്ങനെ വലിക്കുന്ന ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ആ കലാപരിപാടി കഴിയുമ്പോഴേക്കും പുള്ളി ഒന്ന് ടയേർഡാകുമ്പോൾ അമ്മ എന്തായാലും
ഈ സ്റ്റീൽ പാത്രങ്ങളാണ്. ഈ സ്റ്റീൽ പാത്രത്തിനകത്ത് അത് അലുമിനിയാണെന്ന് തോന്നുന്നു, ഇൻഡാലിയം പോലെയുള്ള, ശരി സ്റ്റീലല്ല, ഇച്ചിരി വെളുപ്പ് കലർന്ന ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള. അതിൽ അപ്പൻ ഈ ചോറും കറികളൊക്കെ, ചോറും ഒരു കറിയേ കാണുള്ളൂ, എന്തെങ്കിലും ഒരു സാധനം ഒഴിച്ച് കൊടുക്കും. അന്നേരത്തേന് അപ്പം പറയും ഇതിന് എരിവില്ല, ഉപ്പില്ല, പുളിയില്ല എന്നൊക്കെ പറഞ്ഞ് അതൊരൊറ്റ ഇറങ്ങി വെച്ച് കൊടുക്കും. അത് അമ്മയുടെ മുഖത്തേക്ക് എറിയുന്നത്. അടുത്ത പിടുത്തം ഇടുമ്പോഴേക്കും അമ്മ ഈ കൊച്ചിനെയും കൂട്ടി പുറവശത്തെ മുറ്റത്തോട് ഓടി ഈ മൺഭിത്തിയുടെ ഇപ്പുറത്തെ സൈഡിലൊരു പ്ലാവുണ്ട്, ആ പ്ലാവിൻ്റെ ചോട്ടിൽ കൂടെ കയറി മുകളിൽ ഈ 2 തെങ്ങിൻ്റെ ഇടയിലൂടെയുള്ള നടവഴിയിലൂടെ കയറി കാട്ടിലേക്ക് വരും. കാട്ടിൽ അന്നേരത്തിന് നമ്മളെല്ലാവരും കൂടെ, അന്നേരം ഈ കൊച്ച് ഉണർന്ന് കരയുന്ന ദിവസങ്ങളുണ്ട് ഇത് കേട്ട്. അപ്പോൾ ഈ കൊച്ചൊച്ചത്തിൽ കരയുമ്പോഴേക്കും അമ്മ ഇങ്ങനെ വാ പൊത്തി പിടിച്ചാണ് അതിനകത്തിരിക്കുന്നത്. കാരണം അപ്പൻ ആ കാടിൻ്റെ അടുത്ത് വരെ വരും. എന്നിട്ട് ഇതെവിടെയാണെന്ന് പുള്ളിക്ക് പിടികിട്ടില്ല, ഇല്ലേ പുള്ളി വീഴും. അപ്പൻ മടങ്ങിപ്പോവും. കുറേ കഴിയുമ്പോൾ അപ്പൻ നിശബ്ദനാവും. അപ്പോൾ ഈ കാട്ടിൽ പാമ്പൊക്കെ വരാമല്ലോ. അപ്പോൾ ഈ കൊച്ചിനെ അമ്മ കിടത്തുന്ന അമ്മയുടെ ദേഹത്ത് ഇങ്ങനെ കിടത്തും. എന്നെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കിടത്തും. കൊച്ചിനെ കിടത്തുമെന്ന് പറയുന്നത് വല്ല പാമ്പെങ്ങാനും കഴിഞ്ഞ് വന്ന നിലത്താണെങ്കിൽ കൊച്ചിനെ കടിക്കുമല്ലോ എന്നൊരു പേടി അമ്മയ്ക്കുണ്ടായിരുന്നു. പണ്ട് ഈ അപ്പൻ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും അമ്മ ഈ ഉറങ്ങാതെ തന്നെ രാത്രിയിലിരിക്കുന്നത്. നമുക്കൊരു വിളക്ക് പോലും കത്തിച്ച് വെക്കാൻ പറ്റത്തില്ല, കാറ്റുണ്ട്, കോടയുണ്ട്. ഇന്നത്തെ കമ്പിളി കണ്ടല്ല അന്ന്. ഇപ്പം ഇച്ചിരി ചൂടൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കുട്ടിക്കാനത്തൊക്കെ കാണുന്ന കാലാവസ്ഥയാണ്, അല്ലെ വാഗമണ്ണിൽ കാണുന്ന കാലാവസ്ഥയാണ് അന്ന് കമ്പിളി കണ്ടത്. അപ്പൻ മയങ്ങി എന്ന് കാണുമ്പം പതുക്കെ ചാക്കും ഒക്കെ പെറുക്കി കെട്ടി ഈ നാടോടികൾ വരുന്ന പോലെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഈണ്ടിയുടെ ചുവട്ടിലെത്തി പതുക്കെ അമ്മ ആദ്യം പോയി വാതിലൊന്ന് തുറന്ന് നോക്കും. അപ്പം കിടന്നുറങ്ങുമായിരിക്കും. എന്നിട്ട് ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ കട്ടിലേക്ക് കിടത്തി. ആ ഒരു പതിവായിരുന്നു അപ്പൻ പോകുന്നതിന് മുമ്പുള്ള എല്ലാ രാത്രികളും. ഒരു രാത്രി പോലും ഇത്തരം ഒരു കലാപരിപാടി ഇല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. എന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ വിവിഡായിട്ടുള്ള ഓർമ്മകളും മർദ്ദിക്കുന്നതും ഈ മുടിയെ പിടിച്ച് വലിക്കുന്നതൊക്കെ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന സുഖം എന്താണ്, അതോ ആ മനുഷ്യന് ശരിക്കും എന്തെങ്കിലും രോഗമുണ്ടായിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടർന്നിട്ട് ഈ അപ്പൻ രാവിലെ കേൾക്കുമ്പോൾ നോർമൽ മനുഷ്യനാണ്, ഒരു കുഴപ്പമില്ല, ആരോടും പരാതിയില്ല, ചിരിക്കും, വർത്താനം പറയും, ലാലി എടുത്ത് കളിപ്പിക്കും. എനിക്കൊക്കെ അപ്പോഴും ഒരകൽച്ച ഉണ്ടായിരുന്നു. എനിക്കെപ്പോഴും ഒരു ഭയമായിരുന്നു അപ്പന്. ഇത്രയും ക്രൂരതയൊക്കെ കാണിച്ചുകൊണ്ടൊരു കൊച്ചിനുണ്ടാകുന്ന ഒരു ട്രോമ തന്നെ ആയിരിക്കും അത്. അപ്പോൾ ശരിക്കും അപ്പൻ അന്ന് ഇറങ്ങിപ്പോയപ്പം ചുട്ടുവെച്ച മണ്ണപ്പൊക്കെ തകർത്തടിച്ച് അതേ കൂടെ കയറി നടന്നു പോയപ്പം പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയ പുസ്തകത്തിൽ പോലും ഞാനത് എഴുതിയിട്ടില്ല. പോകുന്ന നല്ലത്, ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന്, ഈ കൊച്ചി 5 വയസ്സുള്ള കൊച്ച്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ അതില്ല. പിന്നീട് അമ്മയും എൻ്റെ മൂത്ത പെങ്ങന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അങ്ങനെ പറഞ്ഞിരുന്നെന്ന്. അന്നേരം അപ്പൻ അവിടെ നിന്ന് കയറി വന്ന് ഒരു അടിയും കൂടെ വെച്ചതെന്ന് വെച്ചാൽ പോയെന്ന്. അത് പക്ഷേ എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് ഞാൻ പുസ്തകം എഴുതിയപ്പോൾ അത് മെൻഷൻ ചെയ്തില്ല. അപ്പോൾ ഈ മരിക്കാനൊക്കെ പോയി തിരിച്ച് വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാണ്, എത്ര ദിവസം കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല, ഒരു ദിവസം രാത്രി ഏറെ വൈകി, പാതിരാത്രിയോളം ആയിക്കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങള എന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മയുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആൾ. അമ്മയുടെ അപ്പനും അമ്മയും മരിച്ചു പോയിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉണ്ടായി 40 ദിവസമായപ്പം അമ്മയുടെ അച്ഛൻ മരിച്ചു. എനിക്ക് 2 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. അപ്പോൾ അന്നത്തെ നാട്ടിൽ പറയുന്നൊരു സമ്പ്രദായത്തിൽ എൻ്റെ അത്തം നാളാകയാൽ അതിനൊരു കാലുണ്ടെന്ന്, ഒന്നാണോ പലതാണോ എന്നറിയത്തില്ല, ഉള്ളതുകൊണ്ട് എന്നിലൂടെ കാലൻ വന്നാണ് ഈ വല്യപ്പൻ മരിച്ചതെന്നും വല്യമ്മ മരിച്ചതെന്നും എന്നും എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അമ്മ വീട്ടിൽ പോകുമ്പോഴെല്ലാം എനിക്ക് പേടിയായിരുന്നു, ഇനി ഞാൻ ഏതെങ്കിലും കാലനെ ആയിട്ടാണോ അവിടെ ചെല്ലുന്നതെന്ന്. അപ്പോൾ അത് പിന്നെ നമ്മൾ ഈ അവഹേളനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പലവട്ടം കേട്ട് കഴിയുമ്പോഴേക്കും അതൊരു നോർമലായിട്ടുള്ള കാര്യം. വളർന്നു വന്നു കഴിഞ്ഞപ്പം കാലനുണ്ട് എന്ന് എനിക്ക് 10ഉം 15ഉം വയസ്സുള്ളപ്പോൾ അവർ പറയുമ്പോഴും കാലനെ ഓർത്ത് അതൊരു നല്ല സംഭവമായിരിക്കും എന്നല്ലാതെ നമുക്കത് ശീലമാകുകയാണ്. എല്ലാ വിഷമങ്ങളും അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശീലമാവും. അപ്പോൾ ഈ അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ വീട്ടിലവർ 3 ആണുങ്ങളും പിന്നെ അമ്മ കൂടാതെ 3 പെണ്ണുങ്ങളുമുണ്ട്. അപ്പോൾ ഇതിലൊരാൾ അമ്മയുടെ നേരെയുള്ള ആങ്ങള കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ മാറി താമസം. അന്ന് ഈ അപ്പൻ്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലൊക്കെ ഒത്തിരി ഭൂസ്വത്തുകളും പറമ്പും ഒക്കെ ഉള്ള പ്രമാണിമാരാണ് അവർ. എന്തിന്, ഞങ്ങളുടെ പള്ളിയിൽ 79-78 78-ലാണ് പള്ളി പണിയുന്നത്.
അപ്പം തൊട്ട് വന്നിരിക്കുന്ന വികാരിമാരെല്ലാവരും വന്നു കഴിഞ്ഞ് ചാർജ് എടുത്താൽ പിറ്റേ ദിവസം തൊട്ട് ഈ പ്രമാണികളുടെ വീടുകളാണ് പോകുക. അല്ല നമ്മുടെ വീട്ടിലൊന്നും അച്ഛന്മാർ വരികയല്ലോ. അന്നേരം ഈ രാത്രിയിൽ ഈ അമ്മയുടെ നേരെ ഇളയ ആങ്ങളെ, പുള്ളി വേറെയാണ് താമസിക്കുന്നത്. പിന്നെ വേറൊരു അമ്മാവനുണ്ട്, പുള്ളി പറമ്പിൽ പണിതും അടുത്ത പറമ്പിൽ പണിതും ആദായങ്ങളെടുത്തും ഈ പെങ്ങന്മാരെയൊക്കെ നോക്കുകയും വേറൊരു അമ്മാവനുണ്ട്, പുള്ളിയെ നോക്കുകയൊക്കെ ചെയ്ത് അത്യാവശ്യം നാട്ടിലെല്ലാം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രമാണിയായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള ബ്ലേഡ് കമ്പനിയൊന്നുമല്ല, വീട്ടിലിരുന്നിട്ടുള്ള പരിപാടിയായിരുന്നു. അദ്ദേഹം വന്നില്ല. പക്ഷേ കല്യാണം കഴിച്ച് മാറി താമസിക്കുന്ന മൂത്തമ്മാവൻ വീട്ടിൽ വന്ന് വിളിച്ചു. അപ്പോൾ അമ്മ ഇറങ്ങി വാതിൽ തുറന്നു, വിളക്ക് കത്തിച്ചു. അന്ന് കറണ്ടൊന്നുമില്ല, നമുക്ക് കറണ്ടൊന്നുമില്ല. അപ്പോൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, നീ നാളെ എൻ്റെ കൂട്ടത്തിൽ പൂതാളിൽ വീട്ടിലേക്ക് പോരുക, തറവാട്ടിൽ വന്ന് നിന്നാൽ മതി, പിള്ളേരെ അളിയൻ്റെ വീട്ടിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അന്നേരം അമ്മ ചോദിച്ചു, അത് ആരാ പറഞ്ഞ്? ഇപ്പം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ രാത്രി വൈകി ഒരു അടക്കി പിടിച്ചൊരു യോഗം പ്രമാണിമാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അന്നത്തെ വികാരിയച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടിയ രാത്രി യോഗത്തിൽ എൻ്റെ വല്യപ്പൻ, അതായത് അപ്പൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ നേരെ ഇളയനിയൻ, അതിൻ്റെ നേരെ അനിയൻ, ഈ മൂത്തമ്മാവൻ, ഇത്രയും പേര് പങ്കെടുത്തിരുന്നു. അതിലെടുത്ത തീരുമാനം, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ പുരുഷനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അന്നേരം അത് അവൾ വഴിപഴച്ചവളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് നമുക്ക് വന്നാൽ നമ്മുടെ കുടുംബത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് അപ്പൻ തിരിച്ചു വരുന്ന കാലം അത്രയും ഞങ്ങൾ 4 മക്കളും അപ്പൻ്റെ തറവാട്ടിൽ പോയി നിൽക്കുകയും അമ്മയുടെ വീട്ടിൽ പോയി ഒരു പണിക്കാരിയായിട്ട്, കാരണം അപ്പനും അമ്മയും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പണിക്കാരിയാണ് ഏത് സഹോദരങ്ങളുടെ എടുക്കുന്നത്, അങ്ങനെ നിൽക്കാനുള്ളൊരു തീരുമാനം അങ്ങെത്തി. അത് അമ്മാവൻ അറിയിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞു അത് ആ തീരുമാനം അംഗീകരിച്ചിങ്ങ് പോരാൻ? അന്നേരം പുള്ളി പറഞ്ഞു, ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അതൊക്കെ ഓർമ്മയിലുണ്ട് ശരിക്കും വിബിഡായിട്ട്. അതിന് അച്ഛൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനെ എനിക്ക് എതിർത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ എതിർത്ത് പറഞ്ഞേച്ച് എനിക്ക് പിള്ളേരുള്ളതാണ്, എനിക്ക് ശാപമൊന്നും വരുത്തി വെക്കാൻ പറ്റില്ല. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അമ്മാവൻ അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മ പറഞ്ഞു, ഏത് അച്ഛൻ്റെ ശാപം ഉണ്ടായാലും പ്രശ്നമില്ല, ഞാനത് സ്വീകരിക്കില്ല. അതുകൊണ്ട് അമ്മ പറമ്പിലിറങ്ങിയേച്ച് ഒരു ചൂട്ട് കെട്ടി ഉണ്ടാക്കി, സാധാരണ ഇറങ്ങി താഴെ കണ്ടം വഴി പോകുന്നൊരു വീടിൻ്റെ മല കയറി മറ്റുള്ളവരുടെ പറമ്പ് വഴി, അത് നടവഴി ചെറുതായിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നതായിരുന്നില്ല. ആ വഴിക്ക് ആദ്യം നടക്കുന്ന ഓർമ്മ അന്നത്തെ ആ രാത്രിയിലെ. പിന്നീട് അതിലൂടെ ഒരു 4 വടി പാതയൊക്കെ വെട്ടിയ ഒരു ചരിത്രമുണ്ട്, അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ വഴിക്ക് ഇറങ്ങി അമ്മാവൻ, ഞാൻ വരികയില്ല, വന്നാൽ ശരിയാണ്, നിനക്ക് വേണേ വന്നാൽ മതി, പക്ഷേ എനിക്ക് പറയാനുള്ള ഞാൻ പോയി പറയുമെന്ന് പറഞ്ഞ് അമ്മ എന്നെയും കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ എന്നെയും കൂട്ടി പോകുന്നത് ഞാനാണല്ലോ പുരുഷൻ, വീട്ടിലെ അസിസ്റ്റൻറ്റ് കുടുംബനാഥൻ. അപ്പോൾ എന്നെയും കൂട്ടി ചെല്ലുക. നമ്മൾ അന്ന് ഇട്ടിരിക്കുന്നത് ഈ കുണ്ടി കീറിയ ഒരു നിക്കറ് കുത്തിവെച്ചതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പള്ളിക്കൂടത്തിൽ അപ്പോഴും പോകാൻ തുടങ്ങിയിട്ടില്ല, 1 വർഷം താമസിച്ചാണ് എന്നെ ചേർക്കുന്നത്. അപ്പോൾ കാരണം കൊച്ചിന് കളരിയിൽ പോകാനുള്ള പ്രായമായാലേ എന്നെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചൂട്ടൊക്കെ കത്തിച്ച്, ഈ ചൂട്ടമ്മ വീശുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കത്തിക്കാനുള്ളൊരു ലാഘവത്തിലാണ് വീശുന്നത്. ആ രീതിയിലാണ് പുള്ളിക്കാരി നടന്നു പോകുന്നത്. എനിക്കൊക്കെ ഓടിക്കൊണ്ടാണ് ഞാൻ അമ്മയുടെ ഒപ്പം നടക്കുന്നതെന്ന്. മൂത്തമ്മാവൻ പക്ഷേ കുറേ പിറകിലാണ് വരുന്നത്, പുള്ളി ഞങ്ങളുടെ ഒപ്പം വരുന്നില്ല. പള്ളിക്കലെത്തി അമ്മ ചൂട്ട് തല്ലി ഈ പള്ളിയുടെ ഏറ്റവും മുമ്പിലത്തെ സൈഡ് വാതിൽ കൂടി അമ്മ ഈ ചൂട്ട് തല്ലിക്കെടുത്തി നടയിലിട്ടിട്ട്, 2 നടയുണ്ട്, നടയിൽ ഒന്നിൻ്റെ താഴെ ഇട്ടിട്ട് അകത്തേക്ക് കയറുക. അപ്പോൾ അകത്ത് ഈ പള്ളിയിൽ അച്ഛനും എൻ്റെ വല്യപ്പനും 2 അപ്പാപ്പന്മാരും ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് പേടിയതെല്ലാം കണ്ടിട്ട്, എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല, അമ്മയുടെ അത്രയും ധൈര്യം ഒരു കാലത്തും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അകത്ത് കയറി, അന്നേരത്തേനും മൂത്തമ്മാവൻ താഴെ നിന്ന് കയറി വരുന്നുണ്ട്, കുരിശൻ തൊട്ടിൽ നിന്ന് മുകളിൽ കയറി വരുന്നുണ്ട്. പുള്ളി വന്നിങ്ങനെ വാതക്കൽ ഇങ്ങനെ വളരെ ഈ പണ്ടൊക്കെ ജാതി വ്യവസ്ഥ നിലനിന്ന കാലത്ത് ഈ ഒച്ചാനിച്ച് നിൽക്കുന്നവരെ പോലെ പുള്ളി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മ അകത്തേക്ക് കയറി, അപ്പനും അപ്പാപ്പന്മാരും അച്ഛനും ആധികാരികമായി എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നിരിക്കണം. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്നെ എൻ്റെ പിള്ളേരെയും കുറിച്ച് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ നിങ്ങളെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന്. കാരണം മരിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയിലൊരു പ്രത്യേക തൻ്റെയിടം ഞാൻ കണ്ടിരുന്നു. അതിനു മുമ്പ് ഈ കരഞ്ഞുമായിട്ട് നടന്നുകൊണ്ടിരുന്ന അമ്മ ഭയങ്കര തൻ്റെയിടം, ഒരു കരുത്ത് അവരിൽ എവിടെ നിന്നോ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം പറഞ്ഞു, ഇത് ഇങ്ങനെ ഇവിടെ എടുത്ത തീരുമാനം, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ തന്നെ പോയെടുത്ത് താമസിക്കാൻ പറ്റില്ല. അവിടെ ഏതൊക്കെ ആണുങ്ങൾ വന്നു പോകും നമ്മളെങ്ങനെ അറിയും? അതിനെക്കുറിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അമ്മയുടെ മറുപടി അതായിരുന്നു.
പക്ഷേ ഈ അമ്മാവൻ ഈ ശാപത്തിൻ്റെ പേടിയിലായിരിക്കണം പള്ളിക്കകത്തേക്ക് കയറിയില്ല. ആ നടയ്ക്കൽ ഏറ്റവും 2 നടയുണ്ട്, അതിൻ്റെ മുകളിലത്തെ നടയിൽ ഇങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ ഈ വാതക്കൽ ഇങ്ങനെ പമ്മിനിപ്പുണ്ട്. അപ്പോൾ ഈ അപ്പൻ്റെ 2 അനിയന്മാരും ഈ വല്യപ്പനും കൂടെ അമ്മയെ അടിക്കാനായി ഓങ്ങി വരുന്നുണ്ട്. അപ്പോൾ അന്നേരം അമ്മ ഈ കയ്യിലൊരു അരിവാളുണ്ടാകും. ഞാൻ അത്രയും കരുതിയില്ല. നീ അടുക്കിൻ്റെ സൈഡിലായിട്ട് പിറകിൽ മുണ്ടിൻ്റെ അടുക്കിൻ്റെ ഇവിടെ ഇറക്കി വെച്ചിരുന്ന ഒരു അരിവാളിങ്ങ് എടുത്തു. ഈ കൊയ്യാനൊക്കെ കൊണ്ടുപോകുന്ന അരിവാളാണ്. ഇത് അരിഞ്ഞു കളയും ഞാൻ എല്ലാത്തിനും, എൻ്റെ ദേഹത്ത് തൊട്ടാലെന്ന് പറഞ്ഞ് ഇതിങ്ങ് എടുക്കും. ഈ അച്ഛൻ ഇതിലേ പോയി. അത് അച്ഛൻ അന്നൊക്കെ ഈ കട്ടനില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ പള്ളികളിൽ ഈ കട്ടനിട്ടില്ല, ഇപ്പോൾ എല്ലായിടത്തും കട്ടനുണ്ട്. അച്ഛൻ ഈ അൾത്താരയുടെ സൈഡിൽ കൂടെ ഇടതുവശത്തൂടെ ഓടിയാൽ അവിടെ നിന്നുള്ള വാതിലിലാണ് അച്ഛൻ്റെ മുറിയിൽ ചെന്ന് ചേരുക. ഈ പള്ളിമുറിയും പള്ളിയെല്ലാം ഒന്നായി, ഒരൊറ്റ ഭിത്തിയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവരോടിപ്പോയി. എന്നിട്ട് അമ്മ ശരിക്കും സീരിയസ്ലി ഞാൻ ഓർത്ത് വിട്ടുവെന്നാണ് ഓർത്ത്. കൊച്ചല്ലേ, 5 വയസ്സല്ലേ ഉള്ളൂ. അവർ ഈ വഴി ഇവിടെ നിന്ന് ഞങ്ങൾ കയറി വരുന്നു. അവർ ഈ വഴിക്കുള്ള അപ്പുറത്തെ സൈഡിൽ ഒരു വാതിലുണ്ട്, അതിലൂടെ ഇറങ്ങി ഓടുന്നു. ഉരുണിക്കാരുടെ കുന്നൊക്കെ കയറി അവർ വിട്ടടിച്ച് പോയി. അതിൽ വഴിയൊന്നും ഉള്ളതല്ല, പറമ്പിൽ കൂടെയാണ് ഓടിയത്. അപ്പോൾ അതിന് മുമ്പ് ഇവരുടെ ഒരു ചർച്ചയ്ക്കകത്ത് ഇവർ വർത്തമാനം പറയുമ്പോഴേക്കും പറയുന്നുണ്ട് ശാപം നിനക്ക് കേൾക്കും, ഇതെല്ലാം പറയുന്നുണ്ട്. കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ പറ്റില്ല, അതൊക്കെ അതിനെല്ലാം മറുപടി അമ്മ കൊടുക്കുന്നുണ്ട്, ശക്തയായിട്ടാണ് കൊടുക്കുന്നത്. എന്താണെങ്കിലും അച്ഛൻ അപ്രത്യക്ഷനായി. അമ്മ അവിടെ മുട്ടുകുത്തി ഈ അരിവാൾ നോക്കുമ്പോഴേ പുറകിൽ കുത്തിവെച്ച്. എനിക്ക് അന്നേരം പേടിയായിരുന്നു കേട്ടോ. അമ്മ പാന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ അരിവാളൊക്കെ എടുക്കുന്നതിന് മുമ്പ്. കാരണം ഇവരെല്ലാം കൂടെ അടിച്ചു കൊല്ലുമെന്നുള്ളൊരു പേടിയായിരുന്നിരിക്കണം. അപ്പോൾ ഈ അമ്മ ഈ അരിവാൾ തിരിച്ച് അടുക്കിൻ്റെ അകത്ത് കുത്തിയിറക്കി വെച്ചിട്ട് ഈ ചൂട്ട് കെട്ടുപോയില്ലേ, പിന്നെ അങ്ങനെ കത്തിക്കുന്നുണ്ട്, കൈ തീപ്പെട്ടിയൊന്നുമില്ലോ. ഈ ഇരുട്ടത്ത് വെറുതെ ഇതും വീശിക്കൊണ്ട്, സാധാരണ ഈ ചൂട്ടൊക്കെ അങ്ങനെ തല്ലിക്കെടുത്തിയാൽ കുറച്ച് നേരത്തിനൊക്കെ കെടാതിരിക്കേണ്ടതാണ്. ഇനി എല്ലാ പ്രതീക്ഷയുടെ അസ്തമയമായിരുന്നു ഒന്നും അറിയത്തില്ല. എന്താണേലും ആ ചൂട്ട് കത്തുന്നും ഉണ്ടായിരുന്നില്ല. അതിനോടൊക്കെ മുമ്പ് ഇറങ്ങി വന്നപ്പോൾ കുഞ്ഞമ്മാവനെ കണ്ടുമില്ല, അല്ല വല്യമ്മാവനെ കണ്ടുമില്ല. അമ്മാവൻ അപ്രത്യക്ഷനായി. പുള്ളിയുടെ പാർത്തോടൊക്കെ കടന്ന് ഭൂതാളി എത്തിക്കാണും നേരത്തേനും, കാരണം ഭയം ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഇതിനൊന്നും കൂട്ടി നിൽക്കാൻ പറ്റില്ലല്ലോ, ശാപം വലിയ പ്രശ്നമാണ്. ഈ ശാപത്തിലാണ് എല്ലാ കൺട്രോളും. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. അപ്പോൾ ആ ഒരു അധ്യായത്തോടു കൂടി അന്നത്തെ ആ ഒരു ഈവൻ്റ് നടന്നതോടുകൂടി പിന്നെ ഒത്തിരി വർഷങ്ങളിലേക്ക് എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലുള്ളവർ ആരും ഞങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ല. പിൽക്കാലത്ത് വന്ന ഒരു കല്യാണങ്ങൾക്കും ഞങ്ങൾക്ക് 1 കിലോമീറ്റർ പോലും അകലെയില്ലാത്ത വീടുകളിലാണ് താമസിക്കുന്നത്. ഞങ്ങളെ കല്യാണത്തിന് വിളിക്കുകയോ വീട്ടിലെ ഫംഗ്ഷനുകളിൽ പങ്കെടുപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് അമ്മ തീരുമാനിച്ച ആ കാലം മുതൽ അവളൊരു വേശ്യയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് അപ്പൻ്റെ കുടുംബക്കാർ മാത്രമല്ല നാട്ടുകാർ കൂടി തീരുമാനമെടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് തന്നെ തൻ്റെ മക്കളുമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ ഒരു പണിയെടുത്തല്ലേ ജീവിക്കുന്നത്, കൂലിപ്പണിയെങ്കിൽ. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമൂഹവും സഭയും പുരോഹിതനും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷമായിരുന്നു എല്ലാവരുടെയും ജീവിതത്തെ നയിച്ചിരുന്നത്. എങ്ങനെ നടക്കണം, എന്തുടുക്കണം, എന്ത് ചെയ്യണം എന്നെല്ലാം തീരുമാനം. ഇപ്പോഴും അതിനൊക്കെ എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 3 മാസം ആകുമ്പം പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിലെ കൃഷി വായ്പയുടെ ലോണിൻ്റെ പലിശ അടച്ചു വെച്ചില്ലെങ്കിൽ ജപ്തിക്ക് വീണ്ടും ചെണ്ടയും കൊട്ടി വരും. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുക. അപ്പോൾ അമ്മ ഈ പണിക്കൊക്കെ പോയി പരിപാടികൾ കുറച്ചൊക്കെ ശേഖരിച്ച് വെക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ വൈകുന്നേരം ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ സ്ഥിരം പണിക്ക് പോകാൻ തുടങ്ങി. പണ്ടത്തെ പോലെ വല്ലപ്പോഴും പറമ്പിലല്ല. ഈ ചുമട്ട് തൊഴിലുകൾക്കൊന്നും പോകാനുള്ളൊരു ശക്തിയൊന്നും അമ്മയ്ക്ക് അന്നേരം ആയിട്ടില്ല. അപ്പോഴും ഈ തൊട്ടടുത്ത വീട്ടിലെ പറമ്പുകളിൽ പോവുക, അവർക്ക് നെല്ല് കുത്തി കൊടുക്കുക, അടയ്ക്ക പൊളിച്ച് കൊടുക്കുക, കപ്പയ്ക്ക് പണിയുക, കപ്പ വാട്ടിന് പോവുക, അങ്ങനെയുള്ള പണികൾ മാത്രമാണുള്ളത്. അപ്പോൾ ആ കിട്ടുന്ന തുച്ഛമായ തുകയൊക്കെ കൂട്ടി ഞങ്ങളുടെ അവിടെ ഒരു മുതലാളിയായൊരു കുടുംബമുണ്ട്, അവിടെ സ്ഥിരം പണിക്ക് പോകുന്ന, അവർ കുറച്ച് പൈസ എന്താ വായ്പ കൊടുത്തിട്ടുണ്ട്. അത് 3 വർഷം കൊണ്ട് പണിയെടുത്ത് വീട്ടണം എന്ന ഒരു കണ്ടീഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് അമ്മ ഈ 3 മാസമായപ്പോഴേക്ക് ലോൺ അടച്ചു. അപ്പോൾ പറയുന്നത് ഈ അപ്പൻ്റെ കൂട്ടത്തിൽ ജാമ്യം തിന്ന 3 പേര്, 4 പേർ കൂട്ടുജാമ്യം നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. അവരപ്പോൾ അമ്മേനെ പിന്നെ കൂട്ടിയല്ല കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ വർഷം തീരുന്നതിന് മുമ്പ് ഈ ലോൺ അടച്ചു തീർക്കണം. ഇല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡെറോഗേഷൻ വഴി പിന്നത്തെ വർഷം പിന്നത്തെ വർഷം ഏതോ കൃത്യം കാലാവധിയുടെ ഒരു പീരീഡിനകത്ത് ഇത് തീർത്ത് ഈ ജാമ്യം വിടണം. പിന്നെ അമ്മയ്ക്ക് ലോൺ എടുക്കണമെങ്കിൽ അമ്മ വേറെ അക്കൗണ്ട് തുറന്ന്
പിന്നെ അതിൻ്റെ ഷെയറുകളൊക്കെ എടുത്ത് വേറെ 3 പേരെ കൂട്ടി അമ്മയ്ക്ക് ലോൺ എടുക്കാം. അപ്പോൾ ആ ഒരു പരിതസ്ഥിതിയിൽ ആണ് കാര്യങ്ങൾ ഓടുന്നത്. ആ വർഷം എന്നെ 1-ാം ക്ലാസ്സിൽ ചേർത്തു. ആ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പം ഇളയവളെ കളരിയിലും വിട്ടു. അപ്പം അന്നേരം എൻ്റെ ക്ലാസ്സിൽ കുരുവിള സാറിൻ്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈ 40 പിള്ളേരോ മറ്റുണ്ട്. അപ്പോൾ ഉച്ചവരെയാണ് ക്ലാസ്. ഉച്ചവരെയുള്ള ക്ലാസ്സിൽ ഇരിക്കുമ്പം എല്ലാ പിള്ളേരും കളരി പോയിട്ടാണ് വരുന്നത്. ഈ സാറ് പന തറ ഒക്കെ പഠിക്കുക. എനിക്കറിയാവോ ആയും കായും ഒന്നും അറിയത്തില്ലാത്ത ഞാൻ ഇനി പന പറയൊക്കെ എങ്ങനെ എഴുതും? അദ്ദേഹം ആ ഒരു ഒറ്റ വർഷക്കാലം മുഴുവനും എന്നെ ഒരക്ഷരം പഠിപ്പിച്ചിട്ടില്ല. നല്ല മനുഷ്യനൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറവിയായിരുന്നിരിക്കാം. എന്നെ ഒരു തരത്തിലും അപമാനിക്കുകയൊന്നും ചെയ്തിട്ടുമില്ല കേട്ടോ. എന്താണേലും 1-ാം ക്ലാസ്സിൽ അക്ഷരം പഠിക്കാനുള്ള യോഗം എനിക്കില്ലാതെ പോയി. 2-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മേരി ടീച്ചറായിരുന്നു. 2-ാം ക്ലാസ് എൻ്റെ പള്ളിക്കൂടത്തിൽ അക്കാലത്ത് ഉച്ച കഴിഞ്ഞ. പക്ഷേ ഈ മേരി ടീച്ചറിന് ഞാൻ 2-ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ മനസ്സിലായി എനിക്ക് അക്ഷരമൊന്നും അറിയത്തില്ലെന്ന്. അങ്ങനെ ആ ടീച്ചറാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിയപ്പോൾ പോലും ശരിക്കും ഉള്ളിൽ നന്ദിയുള്ളത് അവരോടാണ്. അവരെന്നെ തന്നെ വിളിച്ചിരുത്തി ആ മുതൽ മൊത്തം അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും ഉച്ച കഴിഞ്ഞ് ഞാൻ വരുമ്പോഴും വിശന്നാണ് വരുന്നതെന്ന് അറിയാവുമ്പോൾ അവരുടെ ചോറിൻ്റെ ഒരു വീതം വല്ലപ്പോഴും ഒക്കെ, സ്ഥിരം പരിപാടിയൊന്നും ആയിരുന്നില്ല, എനിക്ക് തരുകയും ചെയ്തുമായിരുന്നു. അപ്പോൾ ഈ അക്ഷരം നമുക്ക് പറഞ്ഞു തന്നത്, കാരണം എനിക്ക് അക്ഷരങ്ങളെ അന്നും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് 1 വർഷം മുമ്പ് ആശാൻ കളരിയുടെയൊക്കെ മുമ്പിൽ പോയി നിന്ന് കുട്ടികളൊക്കെ എഴുതുന്നത് കൊതിയോടെ നോക്കി നിന്ന കാലമുണ്ട്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ഒരു വർഷം മുഴുവനും ഈ എന്തെങ്കിലും എഴുതാനൊക്കെ പറയുമ്പം എഴുതിയൊക്കെ വെക്കുന്നേ. അപ്പോൾ എങ്ങനെ ജയിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. തൊട്ടടുത്തിരിക്കുന്നവൻ്റെ നോക്കിയാൽ നമുക്ക് വരച്ച് വെക്കാമല്ലോ. മലയാളം എഴുതാൻ അറിയത്തില്ലാത്ത 9 വയസ്സായിട്ടുള്ള എൻ്റെ കൊച്ചു കമ്പിളികണ്ടത്തെ കൽഭരണികളിൽ നിന്ന് എന്നുള്ളത് ഒരു ബീച്ചിൻ്റെ മണലിൽ എഴുതിയിടും. അത് വരയ്ക്കുന്ന. അപ്പോൾ മേരി ടീച്ചറാണ് ശരിക്കും അക്ഷരം പഠിപ്പിച്ചത്. ആ അക്ഷരം പഠിച്ച് വളരാൻ പറ്റിയതിലും എനിക്ക് ശരിക്കും അവരോട് ഭയങ്കരമായി നന്ദിയുണ്ട്. നല്ല പ്രായമായി കാണും, പക്ഷേ ഒത്തിരി ഞാൻ തേടിപ്പോയിരുന്നു. പക്ഷേ അവർ അമേരിക്കയിൽ വിടുകയാണ്. ഈ ഒന്തളത്തിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും വിശാലമായ ഹാളിൻ്റെ 2 സൈഡിലും വേറെ മുറികളുണ്ട്. ആ മുറികളിൽ പെൺകുട്ടികളാണ് താമസിക്കുന്നത്. അക്കാലത്ത് അവിടെ ഈ കൊച്ചുകുട്ടികൾ, അതായത് ജനിച്ച ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുന്നു, ആരെങ്കിലും കൊടുക്കുന്നു ആയിട്ടുള്ള കുട്ടികളെ അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ഹാളിൽ മുഴുവനും 8-10 ആയിരിക്കില്ല, കുറേ തൊട്ടികൾ കെട്ടിയിട്ടുണ്ട്. അതിനകത്തെല്ലാം കിടന്ന് കുട്ടികൾ കാറുന്നുണ്ട്. താഴെയെല്ലാം മലവും മൂത്രവും എല്ലാം ഉണ്ട്.